ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ എന്തായാലും ആ പാർട്ട് 1 കാണുക, എന്നിട്ട് ഇത് കാണുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനൊരു സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ്ബ് വെക്കാൻ എന്താ വെച്ചാൽ കൈനിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കട്ടിയുള്ള തുണിയല്ലേ, നമുക്ക് ഈ ഒരു പീസ് ഇല്ലാതെ ഇതിൽ തന്നെ എങ്ങനെ ഡയറക്റ്റ് സിബ്ബ് വെക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സിബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോന് പുറമെ കാണുന്ന സിബ്ബാണ്. മറ്റുള്ള സിബ്ബെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിട്ടല്ലേ വെക്കുക. ഇത് നമ്മൾ കാണിച്ചിട്ടാണ് കേട്ടോ വെക്കുക. ഇത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കിയതാ. ആദ്യം ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അളന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ സിബ്ബ് എത്രയാണോ ഉള്ള കറക്റ്റ് അളവ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് സ്ട്രൈറ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് വെക്കുന്ന കറക്റ്റ് ശ്രദ്ധിക്കണേ എല്ലാവരും. ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മോശവശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻട്രലായിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. വെച്ചാൽ ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബിൻ്റെ ഒരു അളവിലുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ അളവ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൂട്ട് മാറ്റാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സിബർ ഫൂട്ട് നമ്മുടെ ഇതില്ലേ പൈപ്പിംഗ് ഫൂട്ട് അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ 2 സൈഡിലുള്ള കേട്ടോ. അപ്പോൾ ഏത് സൈഡാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഏത് വശമാണ് വേണ്ടത് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വലത്ത് വശമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇതാണ് ഫൂട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് സെൻട്രലായിട്ട് സിബിൻ്റെ ആ ഒരു അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശത്തുനിന്ന് മേലോട്ടേക്ക് വി അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്നേ അല്ലാണ്ട് ഈ സിബിൻ്റെ തറ്റക്കുന്നേ ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ആ വീൻ്റെ നമ്മൾ ചെയ്തിട്ടില്ലേ എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശം കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെയാണ് ലാസ്റ്റ് ഇങ്ങനെയാണ് വരിക. അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ 2 സൈഡ് ചെറുങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തയ്ക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരു സൈഡ് തയ്ച്ചെടുക്കാം. അപ്പോൾ വലത്ത് സൈഡല്ലേ, മറ്റേ സൈഡ് മാറ്റിയതിന് ശേഷം ഈ സൈഡ് നമുക്കൊന്ന് സിബിനോട് അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കാം. അങ്ങനെ മേലെ വരെ ഞാനിപ്പോൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി എത്തിയതിന് ശേഷം സിബ് കുത്തി നിർത്തിയിട്ട് സിബൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് തയ്ക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സിബും ഇതേ രീതിയിൽ തന്നെ കറക്റ്റ് അളവിന് വെച്ചതിന് ശേഷം തയ്ക്കാം. ഞാൻ ഇപ്പോൾ ഈ ഫൂട്ട് മാറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ താഴെ വെച്ചിട്ട് ഫൂട്ട് മാറ്റിയിട്ട് താഴെ വെച്ചിട്ട് മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ വിചാരിച്ചു മാറ്റുന്നതല്ല, നമുക്കിപ്പോൾ ഒരു ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല നല്ലത്. എന്നിട്ട് സെൻറ്ററിലെത്തിയിട്ട് സിബൊന്ന് ക്ലോസ് ആക്കി കൊടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിബ് വെച്ചു. ഇനി നമുക്കിതാ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇതിന് കൊടുക്കാം. എന്നാൽ പിന്നെ ഒരു നീറ്റ് ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വ്യൂസെല്ലാം വളരെ കുറവാണ്. എന്താ പറ്റിയതറിയില്ല. അതുകൊണ്ട് എല്ലാവരും കാണുക. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണണേ. അല്ലാണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഞാനിത് ടോപ്പ് സ്റ്റിച്ച് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ബാക്ക് വശം, ബാക്കിൻ്റെ നല്ല വശവും അതേപോലെ ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടിയിട്ട് ഒരുമിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോൾഡർ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് അറിയാനുണ്ടാവും. എന്നാലും ഞാൻ പറയുന്നത് 1/2 ഇഞ്ച് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. അപ്പോൾ കഴിഞ്ഞ എൻ്റെ കട്ടിങ് വീഡിയോയിൽ ഏതൊരാൾ കമൻ്റ് ഇട്ടിരുന്നു എന്താ റിഗാൾവിൻ്റെ കിട്ടുന്നില്ല പറയുന്നേരം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്തെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളിപ്പോൾ വേസ്റ്റ് റൗണ്ടാണോ ഉദ്ദേശിച്ചത് എന്തെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ക്രോസ് പീസ് എങ്ങനെയാണ് വെക്കേണ്ടത് നിങ്ങൾക്കറിയില്ല. നല്ല വശവും നേർക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. പിന്നെ ക്രോസ് പീസെല്ലാം വെക്കുന്നത് കറക്റ്റ് ഞാൻ കഴിഞ്ഞ നെക്കിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും അധികം വിശദീകരിച്ച് പറയാത്തത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ യോജിപ്പിച്ചത് നോക്കുന്നുണ്ട്, അത് എത്തുന്നില്ല. അപ്പോൾ ഒരു പീസും കൂടി ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരു വശം ഞാൻ കഴിഞ്ഞ നെക്കിൻ്റെ ഇതിൽ കാണിച്ച പോലെ ഒരു വശം തയ്ച്ചിട്ട് വേണം നിങ്ങൾ നെക്കടി തയ്ക്കാൻ നിൽക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എന്നറിയാൻ ഒരു വശം തയ്ക്കാണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വശം തയ്ച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 1/4 ഇഞ്ച് വിടത്തിൽ വേണം. 1/4 ഇഞ്ച് വേണമെന്നില്ല, 1/4 ഇഞ്ച് കുറവായാലും സാരിയില്ല. 1/2 ഇഞ്ചൊന്നും നിങ്ങൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നേരം 1/2 ഇഞ്ചൊന്നും തയ്ക്കാൻ നിൽക്കരുത്. എന്നുവെച്ചാൽ ഇങ്ങനെ നമുക്ക് ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഉള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് മടക്കുന്ന നിങ്ങൾ കറക്റ്റ് നോക്കിയതാ മേലേന്ന് താഴോട്ട് അടിയിലോട്ടേക്ക് ഇങ്ങനെ മടക്കി എന്നിട്ട്
എന്താ വെച്ചാൽ താഴെ നമ്മൾ അടിച്ചതാണെങ്കിൽ ഒരു മടക്കേ മടക്കേണ്ടുള്ളൂ. ഇപ്പോൾ തയ്ക്കാത്തത് കൊണ്ട് 2 മടക്ക് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ തയ്ക്കാത്തതാകുന്ന നേരം അവിടുന്ന് സ്റ്റിച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞാൽ ആദ്യം തയ്ച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ അടിക്കാൻ നിൽക്കുക. പിന്നെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. എന്താ വെച്ചാൽ നമ്മുടെ നെക്കിനും ആവരുത്, ഈ തുണിക്കും ആവേണ്ട. അതിൻ്റെ തയ്പ്പിൽ കറക്റ്റ് വെച്ചിട്ട് അടിക്കണം. എന്നിട്ട് ലാസ്റ്റ് വശം അങ്ങനെ തന്നെ ഉള്ളോട്ടേക്ക് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നെക്ക് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് ഞാനിവിടെ ബാൻഡാണ് വെക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് വീതിയും, അപ്പോൾ കൈക്ക് എത്രയാണോ നീളം ആ ഒരു നീളത്തിലുള്ള ഇതാണ് കേട്ടോ, ബാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് ഞാനിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത്. 1/2 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഇതിങ്ങനെ മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വശം വെച്ചിട്ട് പിന്നെ 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ജീനിൻ്റെ തുണിയായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അതേ രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇസ്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക. 1 ഇഞ്ചാണ് ഇവിടെ ഈ കിട്ടുന്ന വീതി എന്ന് വെച്ചാൽ 1 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ലേസും കൂടി ഞാനിവിടെ തെറ്റ വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലേസെല്ലാം വെക്കുന്നതാണ് മുട്ടുസൂചി കുത്തിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പണിക്കെല്ലാം കുറച്ചൊരു മടിയാണ് കേട്ടോ, മുട്ടുസൂചി കുത്താനെല്ലാം തന്നെ. അതുകൊണ്ട് പിന്നെ അയപ്പണിക്ക് നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ ഒന്ന് മുട്ടുസൂചി കുത്തിയിട്ട് അവിടെ സെറ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ കയ്യുള്ള. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്ലീവിന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ 3/4 ഇപ്പോൾ ചുരിദാറിനുള്ള സ്ലീവെല്ലാം ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തതിന് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു ബാൻഡ് എടുത്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മറ്റേ കൈയും കൂടി ഇതാ അതേ രീതിയിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റേത് ഞാൻ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയാത്തത്. പിന്നെയും ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ സംശയം ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഞാൻ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നേരം അന്നേരം പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും. ഇത് പിന്നെ എൻ്റെ ഈ ലേസ് എന്ന് വെച്ചാൽ ഞാൻ ഇതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല, എക്സ്ട്രാ എൻ്റെ കൈമുള്ളത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ 2 സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലേസ് താഴെ ഓപ്പൺ കൊടുക്കുന്നില്ല, അവിടെ കൊടുക്കാമെന്നാണ് വിചാരിച്ച് നോക്കുന്നേരം ഈ ലേസ് എത്തുന്നില്ല കേട്ടോ, വലിപ്പം കുറവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സിബിന് താഴെയില്ല അങ്ങനെ കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുത്താൽ കുറച്ചൊരു സിബ് വെച്ചെടുത്ത് ചെറിയൊരു ഇത് എന്താ വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ചുളി പോലെ കാണും. അതൊന്ന് ഇസ്തിരി ഇട്ടാൽ ശരിയാവുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുക, അത് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട് സൂചി അവിടെ ഇതാക്കി കൊടുത്തതിന് പിന്നെ ഇതിന് ശേഷം ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു ഇത് ചെയ്യുന്നേരം വേസ്റ്റ് ലെങ്ത്ത് ഇല്ലേ, അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അവിടെ വേണം കേട്ടോ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫ്രോക്കിനെല്ലാം ചെയ്തിട്ടില്ലേ വേസ്റ്റ് ലെങ്ത്ത്, അപ്പോൾ ആദ്യം ആ ടോപ്പ് പീസ് കട്ട് ചെയ്തതിന് ശേഷമല്ലേ സ്കേർട്ട് പീസ് കട്ട് ചെയ്തത്. അതേപോലെ ആ ടോപ്പ് പീസിൻ്റെ അടിയിലുള്ള റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട്. അപ്പോൾ കഴിഞ്ഞ അവർ എന്താ പറഞ്ഞ സംശയം എന്താ എനിക്ക് റിഗാൾവ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ വേസ്റ്റ് റൗണ്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ കഴിഞ്ഞ ഇതിലെല്ലാം എന്നറിയാൻ സ്റ്റിച്ചിങ് വീഡിയോയിലെല്ലാം ഞാൻ വേസ്റ്റ് റൗണ്ട് ഏതാണെന്ന് എന്നറിയാൻ നല്ല രീതിയിൽ കാണിക്കുക. അതേപോലെ മെഷർമെൻറ്റിൻ്റെ വീഡിയോയിലും കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിൻ്റെ നേരെ ഇരട്ടി അളവ് വരെ നമ്മൾ ഈ താഴെയുള്ള ഇതില്ലേ വീതി അത് നമുക്ക് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതിന് എത്രയാണ് വീതി വേണ്ടത് അധികം അവർക്ക് സംശയം ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കരുത്. ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇതിന് ഇപ്പോൾ ഒരു സൈഡ് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് 11 + 11 22 ഇഞ്ചോളം നമുക്ക് എടുക്കാം. അതിൽ കുറഞ്ഞ പ്രശ്നമില്ല, കൂടാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഓപ്പണാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് എല്ലാവരും കാണുന്നവർ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണേ, എന്നാൽ എല്ലാവർക്കും കൂടി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നോക്കിയാൽ 8 ഇഞ്ച്. അപ്പോൾ ആ ഒരു പീസ് കറക്റ്റ് ഇതിൻ്റെ നേരെ മടക്കി വെച്ചതിന് ശേഷം 8 ഇഞ്ച് അടയാളപ്പെടുത്തുക, അത് സെൻട്രലായിട്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് ചുറ്റും നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, മടക്കിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ നല്ല വശം വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സിബിനെല്ലാം വെക്കുന്നില്ലേ അതെല്ലാം പോലെ തന്നെ. പക്ഷേ ഞാനിവിടെ വെച്ചാൽ സിബിന് നമ്മളിപ്പോൾ അവിടെ കോർണറിന് വി കട്ടല്ലേ കൊടുക്കുന്നത്, ഇപ്പോൾ സ്ക്വയറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വി ആണെങ്കിൽ വി ചെയ്യാം, എല്ലാവരും വി ആണ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്ക്വയറാക്കി കുറച്ചൊരു മോഡലാവും എന്നുള്ളതിലാണ് സ്ക്വയർ കൊടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് വിടത്തിൽ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു മുട്ട് സൂചി അവിടെ കുത്തി ഒടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നടു കട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ മുട്ട് സൂചി കുത്തി കൊടുക്കുന്നത്. കോർണറിലെത്തി അവിടെ കുത്തി വെച്ചതിന് ശേഷം
ഇങ്ങോട്ടേക്ക് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അവിടെ കുത്തി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിനി കട്ടിങ് നോക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു മെഷീൻ വാങ്ങിയാൽ എന്താ വെച്ചാൽ സ്റ്റിച്ചിങ്ങെല്ലാം നല്ല ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ച് നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട മറ്റേ മെഷീൻ തന്നെയാണ് ഇത്. ഈ മെഷീൻ ഇപ്പോഴേ വന്നിട്ടുള്ളൂ, അല്ല മറ്റേ മെഷീൻ ഞാൻ ഒരിക്കലും മറക്കില്ല ഇത്. പക്ഷേ നമുക്കിപ്പോൾ സൈഡിൽ അടിക്കണമെങ്കിൽ പെട്ടെന്ന് ഇത് നോക്കിയാൽ കോർണറിൻ്റെ അവിടെ കറക്റ്റ് ഇങ്ങനെ കുത്തി കട്ട് ചെയ്ത് കൊടുക്കണേ. 2 കോർണറിനും കറക്റ്റ് സ്റ്റിച്ച് തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നാലും മടക്കിയാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ കാണുക. എന്നിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കിയിട്ടൊന്ന് അതിൻ്റെ മുകളിലോട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബാക്കോട്ടേക്ക് മറിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആ ബാക്കിലുള്ള പീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് പുതിയ മെഷീൻ വന്നേരം പുതിയ മെഷീൻ മാത്രമാണോ ഉള്ളൂ എന്ന് ഉള്ളൊരു കമൻറ്റ് വേണ്ട. എന്താ വെച്ചാൽ മറ്റേ ഞാൻ വിചാരിച്ച ചെറിയ സ്റ്റിച്ചിനെല്ലാം മറ്റേ മെഷീൻ നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ ചെറിയ പെട്ടെന്നുള്ള അടിക്കലിനും അതുപോലെ ചെറിയ എംബ്രോയിഡറി അതിനെല്ലാം എന്താ വെച്ചാൽ കംപ്ലയിൻറ്റ് വരുന്നു ഒരേ സ്റ്റിച്ചാകുന്ന നേരം. അതുകൊണ്ടാണ് കേട്ടോ അത് ഉപയോഗിക്കാത്ത. എന്താ വെച്ചാൽ ഈ മെഷീൻ വന്നേരം അതിനെ ഞാൻ കാണിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ അത് ഞാൻ കാണിക്കും കേട്ടോ. എന്നിട്ടിതാ അറേഞ്ച് നമ്മളിപ്പോൾ ഇത് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടക്ക് മാത്രമേ മടക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ മടക്കി അടിക്കാത്തത് കൊണ്ട് നോക്കിയേ, ഇവിടെ മടക്കിയതിന് ശേഷം കറക്റ്റ് വെച്ച് ഇതാ മുകളിൽ ഒരു 1/4 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഇത് നമ്മളിപ്പോൾ കോർണറിന് കുത്തി എന്നിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ച് ഇപ്പുറത്തെ കോർണറിനും കുത്തി അപ്പുറത്തേക്ക് മറിച്ച് ഇതാക്കി കൊടുക്കുക കേട്ടോ. തിരിച്ച് മെല്ലെ തിരിച്ച് സൂചി നമ്മൾ കുത്തിയെടുത്തുമ്പോൾ സൂചി എടുക്കാൻ പാടില്ല, അങ്ങനെ തിരിച്ചടിക്കണം. ഇനിയിപ്പോൾ താഴെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെയും കൂടി ഇതിങ്ങനെ തന്നെ 1/2 ഇഞ്ച് ഒരു ഇഞ്ചല്ലേ നമ്മൾ എക്സ്ട്രാ എടുത്തത്, അപ്പോൾ 1/2 ഇഞ്ച് ഒരു ഇതിൽ മടക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു ടോപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റിച്ച് മാത്രം കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്യണേ. പിന്നെ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഈ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കിക്കോ. അപ്പം നിങ്ങളുടെ മക്കൾക്കെല്ലാം ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്ച്ചു കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കോട്ടൻ്റെ ക്ലോത്തിലെല്ലാം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ജീൻ്റെ കൂടെ ഇടാൻ ഒരു മോഡൽ ഡ്രസ്സും കൂടിയാവും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.